അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പേരാമ്പ്രയിൽ അവർ പരാജയം മണക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എപ്പോഴൊക്കെയാണ് അവർ പരാജയം മണക്കുന്നത് അപ്പോഴൊക്കെ ഇങ്ങനെ കുറേ ചാപ്പമായിട്ട് അവർ വരും. പേരാമ്പ്രയിൽ അവർ പരാജയം മണത്തു. കാരണം ഫാത്തിമ തൈലി അവരെ കാൻഡിഡേറ്റ് വന്നപ്പോൾ ഉണ്ടായ ഒരു ഓളം കോഴിക്കോട് ജില്ലയിൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത്, എന്നോട് തന്നെ പലരും പറഞ്ഞു ഏറ്റവും വലിയ ഓളമുള്ളത് പേരാമ്പ്രയിലാണ്. അപ്പോൾ തേലിയൊക്കെ അവിടെ ഒരു ജയസാധ്യത ഇടതുപക്ഷം പോലും ഭയക്കുന്നുണ്ട് എന്നതുകൊണ്ടാണ്. എന്നാൽ പിന്നെ ഒരു ജമാഅത്തെ ഇസ്ലാമിയുമായി ചേർത്ത് പിടിച്ചിട്ട് അത് നേരത്തെ ഷാഫി പറമ്പിൽ നിന്ന് നമ്മൾ കണ്ടല്ലേ. കൊടുവള്ളിയിലെ UDF സ്ഥാനാർത്ഥി PK ഫിറോസ് നമുക്കൊപ്പം ചേരുകയാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. എത്രമാത്രം ആത്മവിശ്വാസമുണ്ട്? തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. അവിടെ കൊടുവള്ളി മണ്ഡലത്തിൽ പ്രചരണം തുടങ്ങിയത് മുതൽ ഒരു സ്ഥാനാർത്ഥി നിലക്ക് എനിക്കുണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടത് എന്താണ്, ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഒരു സ്ഥാനാർത്ഥിയെ പോലും കിട്ടാതെ ആദ്യഘട്ടത്തിൽ അവർക്ക് സ്ഥാനാർത്ഥിയെ പോലും പ്രഖ്യാപിക്കാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു കൊടുവള്ളിയിൽ ഉണ്ടായിരുന്നത്. അന്ന് അവർ പറഞ്ഞത് UDF നിന്ന് അല്ലെങ്കിൽ ലീഗിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വരും, അവരെ ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കുമെന്ന രീതിയിലായിരുന്നു. പക്ഷേ അവസാനം അവർ തുറന്നിട്ട വാതിലിലൂടെ അവരുടെ തന്നെ ആളുകൾക്ക് ഒഴിഞ്ഞു പോകുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അവരുടെ തന്നെ ഒരു MLA കാരാട്ട് റസാഖ് സാഹിബ് ഇപ്പോൾ UDFനകത്തേക്ക് വന്നു, ലീഗിലേക്ക് വന്നു. മാത്രമല്ല പല ആളുകളും ലീഗിലേക്ക് ഇപ്പോൾ പാർട്ടി നേരത്തെ വിട്ടുപോയ ആളുകളടക്കം മടങ്ങി വരാനുള്ള ഒരു അന്തരീക്ഷം ഇപ്പോൾ കൊടുവള്ളിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതൊരു ട്രെൻഡാണ്. അത് കൊടുവള്ളിയിൽ മാത്രമല്ല കേരളത്തിലുടനീളം അത്തരം ഒരു UDF അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ട്. അത് കൊടുവള്ളിയിൽ ഏറ്റവും ശക്തമായി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. കൊടുവള്ളി പൊതുവെ ലീഗിന് UDFന് ഒരു കുത്തകയായ മണ്ഡലം കൂടിയാണ്. അപൂർവമായി മാത്രമാണ് ഇടതിനൊപ്പം നിന്നിട്ടുള്ളത്. ഇപ്പോൾ കൊടുവള്ളിയിലെ 6 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയും ബ്ലോക്ക് പഞ്ചായത്തും 3 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനും ഇതെല്ലാം UDFന് മികച്ച ഭൂരിപക്ഷമാണ്. കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിൽ പ്രത്യേകിച്ച് നമ്മൾ കണ്ടൊരു കാര്യം, ഇപ്പോൾ കഴിഞ്ഞ തവണ ഒരു പഞ്ചായത്ത് സെക്രട്ടറിയൊക്കെ മുനിസിപ്പൽ സെക്രട്ടറിയൊക്കെ വെച്ച് വോട്ട് ചോരി നടത്തി കുറേ ആളുകളെ വോട്ടർ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചു. പ്രത്യേകിച്ച് SIRൻ്റെ ഒക്കെ കാലത്ത് അങ്ങനെ വോട്ട് ചോരി നടത്തിയാൽ ആളുകൾക്ക് എത്രമാത്രം വോട്ട് ഒഴിവാക്കുക എന്നുള്ളത് മാത്രമല്ല, അത് അവരുടെ പൗരത്വത്തെ പോലും ബാധിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു ആശങ്കയാണ് അവർക്കുണ്ടായത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രശ്നം പോലും ഉണ്ടാക്കാൻ ശ്രമിച്ച ഒരു കൂട്ടരാണ് ഇടതുപക്ഷം എന്നവർ മനസ്സിലാക്കി അതിശക്തമായിട്ടാണ് ജനങ്ങൾ അതിനെതിരെ പ്രതികരിച്ചത്. അതുകൊണ്ടാണ് മുനിസിപ്പാലിറ്റിയിലടക്കം വലിയ വിജയം, അതായത് നേരത്തെ അവരുടെ കുത്തക സീറ്റുകളടക്കം അവർ പരാജയപ്പെടുന്നൊരു കാഴ്ച നമ്മൾ കണ്ടത്. ഇപ്പോൾ നരിക്കുനി പഞ്ചായത്ത് എടുത്ത് നോക്കിയാൽ അവിടെ ആകെ ഇടതുപക്ഷത്തിന് 2 മെമ്പർമാരേ ഉള്ളൂ. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അത്തരമൊരു സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ പൊതുവിൽ പിന്നെ കൊടുവള്ളി മണ്ഡലത്തിൽ വലിയൊരു ട്രെൻഡ് UDFന് അനുകൂലമായിട്ടുണ്ട്. അത് നല്ല ഭൂരിപക്ഷം സമ്മാനിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രചാരണ ആയുധങ്ങൾ? ഒന്ന്, ഇപ്പോൾ കഴിഞ്ഞ 10 വർഷത്തെ അവരുടെ ജനവിരുദ്ധ നയങ്ങൾ, വിലക്കയറ്റം, ഇപ്പോൾ കെട്ടിട നികുതി വർദ്ധിപ്പിച്ചത്, പെർമിറ്റ് ഫീ കൂട്ടിയത്, പെട്രോളിനും ഡീസലിനും 2 രൂപ അധികം നികുതി ഏർപ്പെടുത്തിയത്, അതുപോലെ തന്നെ തൊഴിലില്ലായ്മ, ഇപ്പോൾ വ്യവസായം, ഇപ്പോൾ കൊടുവള്ളിയിൽ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരൊക്കെ എല്ലാവരും ബിസിനസ്സുകാരാണ്. പക്ഷേ ഒരു സംരംഭത്തിന് വേണ്ടി, സംരംഭകത്വം ശീലമുണ്ടാക്കാൻ വേണ്ടി, ഓണ്ടർപ്രണർഷിപ്പിന് വേണ്ടി എന്തെങ്കിലും ഒരു സഹായം ചെയ്യുന്ന ഒരു സർക്കാർ അല്ല കഴിഞ്ഞ 10 കൊല്ലമായി കേരളം ഭരിച്ചത്. മാത്രമല്ല പിന്നെ അവിടുത്തെ ഗതാഗത കുരുക്കിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ തമിഴ്നാട്ടിൽ ചെന്നാലോ കർണാടകയിൽ പോയാലോ കാണുന്നത് പോലെ ഫ്ലൈ ഓവറുകൾ എന്തുകൊണ്ടാണ് കേരളത്തിൽ വരാത്തത്? നമ്മൾ ഓരോ മാസം ചെല്ലുമ്പോൾ ബാംഗ്ലൂരിലും അതുപോലെ തന്നെ മറ്റ് തമിഴ്നാട്ടിലെ വിവിധ സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ പുതിയ പുതിയ പാലങ്ങളൊക്കെ ഉയർന്നു വരുന്ന കാഴ്ച നമ്മൾ കാണുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഗതാഗത കുരുക്കാണ്. ഇതിനൊന്നും പരിഹരിക്കാൻ കഴിഞ്ഞ 10 കൊല്ലമായി ഒരു ലാൻഡ്മാർക്ക് പോലും ഉയർത്തി കാണിക്കാൻ കഴിയാത്ത ഒരു സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അതിനൊക്കെ അപ്പുറത്തേക്ക് കേരളത്തിൻ്റെ ഒരു സോഷ്യൽ ഫാബ്രിക് ഉണ്ട്. ആ സോഷ്യൽ ഫാബ്രിക്കിനെ തകർക്കാനുള്ളൊരു ശ്രമം വീണ്ടും മൂന്നാമതും അധികാരത്തിൽ വരാൻ വേണ്ടി CPMനെ പോലെയുള്ള പാർട്ടി അങ്ങനെ ചെയ്യുമെന്ന് ആരും വിചാരിച്ചിരുന്നില്ല. അപ്പോൾ മലപ്പുറത്ത് ജയിച്ചവരുടെ പേര് നോക്കിയാൽ, കാസർഗോഡ് ജയിച്ചവരുടെ പേര് നോക്കിയാൽ നമുക്കതിൻ്റെ വർഗീയത മനസ്സിലാകുമെന്നൊക്കെ CPMൻ്റെ ഒരു മന്ത്രിയും CPMൻ്റെ നേതാക്കന്മാരൊക്കെ പറയുന്നു. കേരളം വിചാരിച്ചതല്ല, അതൊക്കെ BJP RSSും ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. അതിനെതിരെയൊക്കെ കൊടുവള്ളി പ്രതികരിക്കും എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ തേജോവധം ചെയ്യുന്ന സാഹചര്യം കൂടി ഉണ്ടാകുന്നു. പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളോടുള്ള അധിക്ഷേപം ഉൾപ്പെടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ വിഷയത്തിലുള്ള പ്രതികരണം എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു, ഇങ്ങനെയുള്ള ആളുകളൊക്കെ കൽത്തുറുങ്കിലടക്കണം. ഇങ്ങനെയൊക്കെ തുടങ്ങിയാൽ ഈ നാട് എന്താകും? സോഷ്യൽ മീഡിയയിൽ ഒരു അക്കൗണ്ട് ഉണ്ടെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് എന്തും ചെയ്യാം, എന്തും ആളെക്കുറിച്ച് പറയാമെന്നൊരു സ്ഥിതി വന്നാൽ അത് അരാജകത്താണ് ഉണ്ടാകാൻ പോകുന്നത്. ഒരു സംശയമുണ്ട്. അതിനെതിരെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും അതിനെതിരെ പ്രതികരിക്കേണ്ട സമയമായിരിക്കുന്നു. സർക്കാരാണ് ഇക്കാര്യത്തിൽ ഏറ്റവും ഗൗരവമായ സ്റ്റെപ്പ് എടുക്കേണ്ടത്. അത്തരം ആളുകൾ ഇപ്പോൾ ഫേക്ക് അക്കൗണ്ട് ആണെങ്കിലും സർക്കാരിൻ്റെ സംവിധാനം ഉപയോഗിച്ചാൽ അത് ആരുടെ IP അഡ്രസ്സിൽ നിന്നാണത് വന്നതെന്ന് കണ്ടുപിടിക്കാൻ കഴിയും, ഏത് ഡിവൈസാണ് ഉപയോഗിച്ചത്, ഏത് ലൊക്കേഷനാണെന്നൊക്കെ കണ്ടെത്താൻ കഴിയും. അവർക്ക് ഒരു മാപ്പും കൊടുക്കാതെ കൽത്തുറുങ്കിലടക്കണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനപ്പുറത്തേക്ക് ഇനിയൊന്നും വരാനില്ല. പാർട്ടിയുടെ ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്നതിനപ്പുറത്തേക്ക് സർവ്വ
സർവ്വരാലും ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ് പാണക്കാട് സയ്യിദ് തങ്ങൾ, സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ആ തങ്ങൾക്കെതിരെയാണ് ഇത്തരത്തിലൊരു തേജോവധം ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ ഒരു നിലക്കും അതിനോട് പൊറുക്കാൻ പോകുന്നില്ല, ഒരു കോംപ്രമൈസും ഇല്ല. ഞങ്ങൾ നിയമപരമായി അങ്ങേയറ്റം പോകും, ഒരു സംശയം വേണ്ട. അതുപോലെ ഫാത്തിമ തെഹ്ലിയ ഒരു ജമാഅത്ത് ഇസ്ലാമിയുടെ നോമിനിയാണ് എന്നുള്ള ഒരു ഇടത് സ്ഥാനാർത്ഥിയുടെ പരോക്ഷമായിട്ടുള്ളൊരു വിമർശനമുണ്ടായിരുന്നത്. അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പേരാമ്പ്രയിൽ അവർ പരാജയം മണക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എപ്പോഴൊക്കെയാണ് അവർ പരാജയം മണക്കുന്നത് അപ്പോഴൊക്കെ ഇങ്ങനെ കുറേ ചാപ്പയായിട്ട് അവർ വരും. പേരാമ്പ്രയിൽ അവർ പരാജയം മണത്തു. കാരണം ഫാത്തിമ തെഹ്ലി അവരെ കാൻഡിഡേറ്റ് വന്നപ്പോൾ ഉണ്ടായ ഒരു ഓളം കോഴിക്കോട് ജില്ലയിൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത്, എന്നോട് തന്നെ പലരും പറഞ്ഞു ഏറ്റവും വലിയ ഓളമുള്ളത് പേരാമ്പ്രയിലാണ്. അപ്പോൾ തെഹ്ലിക്ക് അവിടെ ഒരു ജയസാധ്യത ഇടതുപക്ഷം പോലും ഭയക്കുന്നുണ്ട് എന്നതുകൊണ്ടാണ്. എന്നാൽ പിന്നെ ഒരു ജമാഅത്തെ ഇസ്ലാമിയുമായി ചേർത്ത് പിടിച്ചിട്ട്, അത് നേരത്തെ ഷാഫി പറമ്പിൽ നിന്നിട്ട് നമ്മൾ കണ്ടല്ലേ, കാഫിർ സ്ക്രീൻഷോട്ട് വരെ വന്നില്ലേ, അതിനെ അതിജീവിച്ചല്ലോ. 1,00,000-ൽ പരം വോട്ടിനല്ലേ ഷാഫി ജയിച്ചത്. തെഹ്ലിയുടെ ഭൂരിപക്ഷവും വലിയ ഭൂരിപക്ഷമായിരിക്കും, സംശയം വേണ്ട. പി.കെ. ഫിറോസിനെതിരെ പലപ്പോഴും പല അധിക്ഷേപങ്ങൾ, ഫണ്ട് തിരിമറി ഉൾപ്പെടെ നടത്തിയെന്നുള്ള ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ നിയമപരമായിട്ടുള്ള പോരാട്ടം നടത്തുകയും ചെയ്തു. ഇപ്പോൾ എന്താണ് അതിൻ്റെയൊക്കെ സ്റ്റാറ്റസ്? ഒപ്പം അത്തരം ആക്ഷേപങ്ങൾക്കുള്ള മറുപടി എന്താണ്? അത്തരം ആക്ഷേപങ്ങൾക്കൊക്കെ ഈ കാലം മറുപടി കൊടുത്തല്ലോ. ഇപ്പോൾ 5 വർഷമായിട്ട്, 5 വർഷം കഴിഞ്ഞ നിയമസഭ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പായിരുന്നു ഇത്തരം പരാതികളും ആക്ഷേപങ്ങളൊക്കെ ആയി വന്നത്. 5 കൊല്ലമായിട്ട് അവർ കേരളം ഭരിച്ചിട്ട് പോലീസും വിജിലൻസും എല്ലാ സംവിധാനവും അവരുടെ കയ്യിലായിട്ടും ഒരു സ്റ്റെപ്പ് പോലും മുമ്പോട്ട് പോകാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, പോലീസ് തന്നെ കോടതിയിൽ എഴുതി തള്ളിയില്ലേ. അവരുടെ സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു പോലീസിനെ കൊണ്ട് എഴുതി തള്ളിപ്പിക്കാൻ ഞങ്ങൾക്ക് എന്തായാലും കഴിയില്ലല്ലോ. അപ്പോൾ അത്തരം പോലീസ് പോലും അന്വേഷിച്ച് അതൊക്കെ അടിസ്ഥാനരഹിതമാണെന്നും രാഷ്ട്രീയ പ്രേരിതമാണെന്നും കോടതിയിൽ സമർപ്പിച്ച് തള്ളിക്കളഞ്ഞ കേസാണ്. ആ കേസിനുള്ള അത്തരം കള്ളക്കേസ് കൊടുത്തവർക്കുള്ള ഒരു മറുപടി കൂടിയായിരിക്കും കൊടുവള്ളിയിലെ തെരഞ്ഞെടുപ്പ് ഫലം എന്നാണ് എൻ്റെ ഉത്തമ ബോധ്യം. വളരെ സുപരിചിതനാണ്, സുഹൃത്തു കൂടിയാണ് സലീം മടവൂർ. പക്ഷേ ഇത്തവണ ഇടതിൻ്റെ സ്ഥാനാർത്ഥിയായി എത്തുകയാണ്. സലീം മടവൂർ എനിക്ക് വ്യക്തിപരമായി പരിചയമുള്ള ആളാണ്. ഞങ്ങൾ തമ്മിൽ ഒരു പുഴയുടെ അപ്പുറത്തും ഇപ്പുറത്തുമാണ്. പിന്നെ എന്താ പറയുക, നല്ല അടുപ്പമുള്ള, ഞങ്ങൾ തമ്മിൽ നല്ല സൗഹൃദത്തിലുള്ള, അതുകൊണ്ട് തന്നെ ഒരു സൗഹൃദ മത്സരത്തിൻ്റെ ഒരു അന്തരീക്ഷമുണ്ട്. അതിനകത്ത് വ്യക്തിപരമായി വലിയ സന്തോഷമുണ്ട്. കാരണം വ്യക്തിപരമായി തേജോവധം ചെയ്യുന്ന ഒരാളെ അല്ല അദ്ദേഹവും ഞാനുമൊക്കെ അത് എപ്പോഴും പിന്നെ ഒരു സൂക്ഷ്മത പുലർത്തുന്ന ഒരാളാണ്. ആ നിലക്ക് അത്തരത്തിലൊരു രാഷ്ട്രീയ സൗഹാർദ്ദം ഉണ്ടായതിലുള്ളൊരു സന്തോഷം കൂടി എനിക്കുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഒരേ സ്കൂളിൽ പഠിച്ചവരാണ്. അദ്ദേഹത്തിൻ്റെ സീനിയറാണ്, ഒരുപാട് സീനിയറാണെങ്കിലും ഒരേ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ നാട്ടുകാരാണെന്നൊക്കെയുള്ളൊരു ഒരു സന്തോഷമുണ്ട്. വലിയ പ്രതീക്ഷയിലാണ് പി.കെ. ഫിറോസ്. കോഴിക്കോട് നിന്ന് നിഖിലിനൊപ്പം സമീർ സി മുഹമ്മദ്, മീഡിയ 1.